ഹൈറേഞ്ച് മേഖലയിൽ നിർമ്മാണ രംഗത്ത് പാറ ഉൽപ്പന്നങ്ങൾ കിട്ടാത്തതിനാൽ പ്രതിസന്ധി രൂക്ഷമാകുന്നു. മണ്ണെടുപ്പിന് വരെ ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിരോധനം നീക്കാൻ സർക്കാർ ചെറുവിരൽ പോലും അനക്കാത്തത് പ്രതിഷേധത്തിന് കാരണമാകുന്നുണ്ട്. മെറ്റിലും പാറയും മണലും ആവശ്യത്തിന് ലഭിക്കാതെ വന്നതോടെ വിലക്കയറ്റവും രൂക്ഷമായി. പ്രശ്നപരിഹാരത്തിന് സർക്കാരിന് പദ്ധതിയില്ലെന്ന് മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും ലോറേഞ്ചിലും വരുന്ന പാറ ഉൽപ്പന്നങ്ങൾക്ക് രേഖകളുടെ അഭാവത്തിലുള്ള നടപടിയും ജില്ലാ ഭരണകൂടം ശക്തമാക്കുകയാണ്. നൂറിലേറെ ക്വാറികൾ പ്രവർത്തിച്ചിരുന്ന ഹൈറേഞ്ചിൽ ഇപ്പോൾ നിലവിലുള്ളത് ഒരു പാറമട മാത്രമാണ്. ദുരന്ത നിവാരണ നിയമപ്രകാരം 13 പഞ്ചായത്തുകൾ നിർമ്മാണ നിയന്ത്രണത്തോടൊപ്പം ഖനന വിലക്കുമുണ്ട്. നിർമ്മാണ സാധനങ്ങൾ കിട്ടാത്തത് മൂലം നിർമ്മാണ മേഖല വളരെ പ്രതിസന്ധിയിലാണ്. അന്യ സംസ്ഥാനത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നുമാണ് നമ്മുടെ കുമളിയിൽ നിർമ്മാണ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സാധനങ്ങളൊന്നും തന്നെ നമുക്ക് സമയത്ത് കിട്ടുന്നുമില്ല. അതുപോലെ തന്നെ വളരെ ഭീമമായ തുക കൊടുത്താണ് ഓരോ സാധനങ്ങളും മേടിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകളുടെ ജോലികൾ, ലൈഫ് ഭവന പദ്ധതിയുടെ നിർമ്മാണങ്ങൾ, ബജറ്റ് പ്രവൃത്തികൾ, MLA ഫണ്ട് വിനിയോഗം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഇപ്പോൾ തകൃതിയായി നടന്നു വരികയാണ്. എന്നാൽ മെറ്റലും പാറയും മണലുമൊന്നും ആവശ്യത്തിന് ലഭ്യമാകുന്നില്ല. ഇതിനാൽ തന്നെ ഈ സാമഗ്രികൾക്ക് നാൾക്കുനാൾ വിലക്കയറ്റവുമാണ്. കല്ലിൻ്റെ ക്ഷാമം വളരെ രൂക്ഷമാണ്. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങൾക്കും ഏതാണ്ട് 20 രൂപ 25 രൂപ വരെയാണ് നമ്മുടെ എംസാൻഡിനും പീസാൻഡിനും ഇവിടെ കൂടിയിരിക്കുന്നത്. അതുപോലെ കട്ടയ്ക്ക് ഈ അടുത്ത നാളിൽ ഏതാണ്ട് 2 രൂപ മുതൽ 5 രൂപ വരെയും കൂടി അവസ്ഥയിലാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രതിസന്ധിയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മണ്ണ് കിട്ടാനില്ല. മണ്ണിന് ഏതാണ്ട് 600 രൂപ 2 വർഷം മുമ്പ് കിടന്ന മണ്ണിന് ഇപ്പം 1500 രൂപ മുതൽ 1700 രൂപ വരെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. മുൻപ് ശരാശരി 30 രൂപയ്ക്ക് ഹൈറേഞ്ചിൽ സുലഭമായിരുന്ന മെറ്റൽ ഇപ്പോൾ കിട്ടണമെങ്കിൽ 66-70 രൂപ കൊടുക്കേണ്ടി വരും. മണലിന്റെയും പാറയുടെയും വില ഇപ്രകാരം തന്നെ. ഒരടി മണൽ കിട്ടണമെങ്കിൽ 80 രൂപ കൊടുക്കേണ്ടി വരുമ്പോൾ ജോലി നഷ്ടത്തിൽ കലാശിക്കുമെന്ന് കരാറുകാർ പറയുന്നു. ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിന് സർക്കാർ അനുവദിക്കുന്ന 4 ലക്ഷം രൂപ കൊണ്ട് ഹൈറേഞ്ചിൽ നിർമ്മാണ സാമഗ്രികൾ പോലും വാങ്ങാൻ തികയില്ല എന്ന് ഇവർ കണക്കുകൾ നിരത്തി ചൂണ്ടിക്കാട്ടുന്നു. ഇടുക്കി വിഷൻ, കുമളി.